നിനക്ക് പറ്റിയ പ്രായം കേട്ടാ. ഗൈസ്, കൃപയ്ക്ക് വലിയൊരു ആഗ്രഹമാണ് ഇവരൊക്കെ മുന്നിൽ ഞാൻ ഇന്ന് എടുത്ത് പൊന്തിക്കണം എന്ന്. അടുത്ത മങ്കി കയറാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഹലോ, ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ട്രീ ടോപ്പ് റിസോർട്ട് തേക്കടിയിലാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് വന്നാണ് ഇവിടെ. അപ്പോൾ തുടങ്ങിയല്ലോ. വി ഫോർ വെറൈറ്റി വെബ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഇടുക്കിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാണ് ആസ് യൂഷ്വൽ, കുട്ടൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണു. അതിന് മാറ്റമൊന്നുമില്ല. ഇനി പാട്ട് പാടുമെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ മഞ്ജു വന്നിട്ടുണ്ട്, അനിയത്തി വന്നിട്ടുണ്ട്. അവള് മറ്റേ എവിടെ കയറിയ അങ്കമാലിയിൽ നിന്ന് കയറി ഞങ്ങളുടെ കൂടെ. അങ്കമാലിയുടെ പ്രധാനമന്ത്രി മഞ്ജുവിന്റെ അതെ. അയ്യോ, അമ്മാവൻ ബ്ലോഗാണ് കേട്ടോ നമ്മളെ. പിന്നെ കൃപ ഉണ്ട് അവിടെ. ഇതുവരെ ഉറക്കം നോക്കിയിരിക്കുന്നു എല്ലാവരും. ഇപ്പൊ എല്ലാവരും ഒന്ന് ആക്റ്റീവായി. വീണ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മണിക്കുട്ടി അമ്മൂസ് അവിടെ കിടക്കുന്നുണ്ട്. അമ്മണിക്കുട്ടി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ധ്രുവിൻ അച്ചോളുടെ മടിയിൽ കിടന്നുറങ്ങണു. അച്ചോൾക്ക് പണി കിട്ടി ഗൈസ്. കണ്ടോ, അച്ചോള് കയറിയപ്പോ ധ്രുവിൻ മേല് കയറി, അമ്മൂസും അതേമാതിരി മേല് കയറി. എന്താണ് പാപ്പുല്ലേ? ബെൻസ് പാപ്പു. ഈ ഞാനേ കൃപേനെ വിളിക്കാറ് പാപ്പു കേട്ടോ. നേരെ മുന്നിലൊരു വണ്ടി പോണ്ട്, അവ എഴുതിയിട്ട് ബെൻസ് പാപ്പു. എന്താ കുട്ടാ, നിന്റെ പതിവ് പല്ലവി പാട്ടട് കാച്ച് ആണോ? ചടപ്പിച്ചു. ഞങ്ങളേ ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ച് ഉടുപ്പി ആനന്ദഭവൻ നല്ല ഹോട്ടലാന്ന് പറഞ്ഞു കൂട്ടാൻ. ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് അത്രേ. അപ്പം ഇങ്ങോട്ട് കയറുകയാണ്. നല്ല വിശപ്പ്. ഒരു മിനിറ്റ്, അമ്മൂസിന്റെ മൊത്തം എന്താ കൃപ വീണ്ടും ചോന്നുണ്ടോ മോക്കെ? എന്താ പറ്റിയ അമ്മൂട്ടി? നടക്ക് മഞ്ജു. ഹായ് പറഞ്ഞോളൂ. എവിടെ? പറഞ്ഞില്ലേ നേരത്തെ. കൃപയൊക്കെ ഉറക്ക കിളി പോയിട്ടുണ്ട്. ഉറക്കത്തിലെല്ലാരും. ഇവിടെയാണ് അനന്തപുരം ഉടുപ്പി. നല്ല വിശപ്പ് സത്യം പറയുകയാണെങ്കിൽ. ഫുഡ് അടിക്കണമെന്ന് എന്താ കിട്ടാറില്ല, നോക്കാം. കുട്ടൻ അവിടുന്ന് വണ്ടിയിൽ കയറിയപ്പോ തന്നെ കുട്ടൻ പറയുന്നു വിശന്നിട്ട് വയ്യാന്ന്. അവനാണ് ഏറ്റവും കൂടുതൽ വിശപ്പ്. അമ്മണി കുട്ടി, അമ്മണി മൈക്ക് വേണോ? അമ്മണി മൈക്ക് വേണം. മൈക്ക്. കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. അമ്മൂസ് അതെ, അമ്മൂസ് അച്ചോളിന്റെ പേരത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. എങ്ങടാ പോണേ അമ്മൂസേ? ഇടുക്കിക്കോ? എന്തിനാ പോണേ? എക്സൈറ്റ്മെന്റിലാണ് പിള്ളേര്. ഞങ്ങളെക്കാട്ടിലും കൂടുതൽ ഇവർക്കാണ് എക്സൈറ്റ്മെന്റ്. ഏത് അവര് ഡാം കണ്ടത്. എല്ലാരും ഇവരൊക്കെ പ്ലെയിൻ ദോശയാണ് പറഞ്ഞത്, നെയ് റോസ്റ്റ്. ഞാനും കുട്ടനും മസാല ദോശ എടുത്തു. അടിപൊളി മസാല, സൂപ്പർ മസാല, പറയാക്കാൻ വയ്യ. എവിടാ മസാല ഉണ്ട് പൊളിച്ചില്ലേ? അമ്മൂസ് പിന്നെ വട മാത്രമേ കഴിക്കുള്ളൂ. സൂപ്പറായില്ലേ? എല്ലാരും ഭക്ഷണം കഴിഞ്ഞിട്ട് ഭയങ്കര ആക്റ്റീവായി. നല്ല വിശപ്പായിരുന്നു എല്ലാവരും. അങ്ങനെ ഞങ്ങള് തേക്കടി എത്തി. അനിയത്തി സാധനങ്ങളൊക്കെ എടുത്തേക്കാണ്. കൃപണ്ട് എല്ലാരും ഭയങ്കര ടയർഡായി. ഞങ്ങള് ഇടുക്കിയില് വാഴത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഇതിന്റെ ഫ്രണ്ട് ഓസ്ട്രേലിയയിലുള്ള മെൽവിയ ആൻഡോൺ അവരെ മാരേജ് ആയിരുന്നു. അത് ഞങ്ങൾ കൂടി അവിടെ റൂം എടുത്തില്ല. ഞങ്ങൾ നേരെ റിസോർട്ട് ബുക്ക് ചെയ്തു തേക്കടി. അവിടെ ജസ്റ്റ് വന്നു എല്ലാവരും. ഇവിടെ നിന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ നാളെ രാവിലെയോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകും.
അടിപൊളി സെറ്റപ്പ് സ്ഥലം തോന്നുന്നുണ്ടോ കണ്ടു കഴിഞ്ഞാൽ. എന്താ പിള്ളേര് ഭയങ്കരമായിട്ട് ടയേർഡായിട്ട്. എന്താ മാർക്കോ? അമ്മൂട്ടി അമ്മൂസേ ഒക്കെ എന്റെ തലമുടി കണ്ടേ കണ്ണൊന്നും കാണില്ല. കടന്നുറങ്ങിയത് കാറിൽ കടന്ന് സുഖമായിട്ട്. കണ്ടോ ഞങ്ങളെ കൂട്ടാതെ സ്വന്തം സെൽഫി എടുത്ത് കളിക്കാണ് ഇവര് 3 പേരും. ഇവര് ഞങ്ങളെയൊന്നും കൂട്ടത്തില്ല. അമ്മൂസേ എന്താ പറയുക കണ്ടോ? മലയാണ്ണൻ എവിടെ പോയേ? വീട്ടിക്ക് പോയോ? എല്ലാരും ഭയങ്കര ത്രില്ലിങ്ങിലാണ്. നല്ല ക്ഷീണമുണ്ട്. പക്ഷെ തേക്കടി ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിലെല്ലാവരും. ഞങ്ങളെ പ്ലാനിൽ ഇതില്ലായിരുന്നു. ഞങ്ങള് ഇടുക്കിയിൽ റൂം എടുത്ത് നാളെ ഇടുക്കി ഡാമ് കൊണ്ട് നാളെ പോകാൻ വിചാരിച്ചത്. പെട്ടെന്ന് പ്ലാൻ മാറ്റി. ഉണ്ടോ ഓടാണ്. അങ്ങനെ എല്ലാവരും റൂമിലേക്ക് പോവാണ്. ഞങ്ങൾ 2 റൂമാണ് റിസോർട്ടിൽ എടുത്തിട്ടുള്ളത്. വാ വീണ അപ്പൊ വരൂ. വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതെന്തത്? മാംഗോ ജ്യൂസ്. തണുത്ത അങ്ങനെ ഞങ്ങൾ റൂം നോക്കാൻ പോകട്ടെ. റൂമിലേക്ക് കയറുകയാണ്. നമ്മുടെ എവിടെയാവും അല്ലേ? കണ്ടോ ഒരു മിനിറ്റ്. പാണ്ടക്കെട്ടായിട്ട് വരുന്നു. കുറേ പാവങ്ങൾ കണ്ടുവരുന്നു. അമ്മേ വല്ലതും തരണേ എന്ന് പറഞ്ഞു വരിക. പാണ്ടക്കെട്ടായിട്ട് സംഭവം സെറ്റ് സ്ഥലം കേട്ടോ. വിചാരിച്ച മാതിരിയൊന്നുമല്ല. അടിപൊളി. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണെന്ന് തോന്നുന്നു. അമ്മൂസ നമ്മളെവിടെയല്ലേ? അമ്മൂട്ടി നമ്മളിപ്പോൾ എവിടെയല്ലേ? തേക്കടി. എവിടെയാ? തേക്കടിയാണ്. നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ എന്നാലും ഇവിടെ അടിച്ച് പൊളിക്കും. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട്സ് മെൽവിയയുടെ ആൻറ്റോണിൻ്റെ മാരേജ് ആയിരുന്നു. പക്ഷേ അവിടെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് തോന്നിയില്ല. കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വർത്തമാനം പറഞ്ഞ് കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ കാണുകയാണേ. അപ്പോൾ എന്താ വെച്ചാൽ കുറേ സംസാരിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് നല്ല അടിപൊളി വൈബായിരുന്നു. നല്ല ഫുഡും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. തേക്കടിക്ക് പോകുന്നു. കളിക്കാലോ. എന്താ ഒരു സ്ഥലത്ത് വെച്ചാൽ മതി ബാഗുകൾ. അല്ലെങ്കിൽ ഇതിന് റിസോർട്ടിന്റെ പേരെന്തായിരുന്നു? ട്രീ ടോപ്പ്. വീണ്ടട്ടാ
ഇതാണ് താമസിക്കാൻ പോകുന്ന റിസോർട്ട്. കയറി നോക്കാം. റൂം നമ്പർ 402. ചെരുപ്പ് ഇരിക്കൂ. ഗൈസ് ഇവിടെ ജിമ്മൊക്കെ ഉണ്ട് പറഞ്ഞു. അമ്മു ചാടി കളിക്കരുത് കേട്ടോ. ജിമ്മൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറ്റിച്ച നാളെ രാവിലെ വർക്കൗട്ട് ചെയ്യണം. ജിമ്മുണ്ട്. മഞ്ജു കണ്ടില്ലേ ടയേർഡായിട്ടിരിക്കുക കേട്ടോ. കയറി വരുമ്പോൾ ഇവിടെ തന്നെ ഒരു ബെഡ്റൂം സെറ്റപ്പ്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഡ്രസ്സിങ് ഇത് കാണാം. പിന്നെ ഇതാ ഇവിടെ ടോയ്ലറ്റും എല്ലാം കൂടെ. ഞങ്ങൾ മുകളിലത്തെ റൂമും എടുത്തിട്ടുണ്ട്. ഒരു റൂം അടിയിലും ഒരു റൂം മുകളിലാണ്. അയ്യോ ചെരുപ്പ് ഉള്ളിലേക്ക് വയ്ക്കാൻ പറയുന്നുണ്ട്. അവിടെ കരിങ്കുരങ്ങിയുണ്ടത്രേ, അത് ഇറങ്ങി വന്ന് ചെരുപ്പെടുത്ത് കൊണ്ടുപോകുന്നു. ഇതിനു വേണ്ടി ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലേ? എവിടെ അവിടെ കരിങ്കുരങ്ങി. അമ്മണിക്കുട്ടി ഇവിടെ ഭയങ്കര ചാട്ടം തുടങ്ങി എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിള്ളേര്. അപ്പോ ഏട്ടാ ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങോട്ട് നോക്കൂ. മതി ചൂടി ചെയ്ത് സുന്ദരനായിട്ടുണ്ട്. ഏട്ടാ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? പോയിന്റ് ആണ്. എവിടെ കണ്ണാടി കണ്ടാലും ഞാൻ അപ്പം മുടി. അല്ല ഏട്ടാ എങ്ങനെയുണ്ട് റിസോർട്ട്? എന്താ അഭിപ്രായം? പൊളി. ഇന്നപ്പൊ തന്നെ തിന്നാനാണ് എടുക്കണത് കേട്ടോ. വിശന്നിട്ട് വയ്യാന്ന്. ചിപ്സ് ഉണ്ട്, പിന്നെ കടലയോ മസാലക്കടല. പിള്ളേരെ ചിപ്സ് മസാലക്കടല ഓടി തന്നെയല്ലേ. കേട്ടപ്പിക്ക് ഓരോരുത്തർ ഡ്രസ്സ് പോലും മാറ്റണ്ട. ഓടി ഇതൊക്കെ പറഞ്ഞ് ഒന്ന് എനിക്ക് തരൂ. ഞങ്ങളേ മുകളിൽ പോയിട്ട് ഒന്ന് മറ്റേ അടുത്ത റൂമൊന്ന് നോക്കട്ടെ. എവിടെ സപ്പോർട്ട് ഉണ്ടോ? നിറച്ച് മരങ്ങളാട്ടോ ഇതിനുള്ളിൽ. നല്ല തണുപ്പ്. മുകളിൽ പോയിട്ട് അവിടുത്തെ റൂം എങ്ങനെയുണ്ട് നോക്കട്ടെ. എവിടെ റൂമുള്ള അടുത്ത റൂം എവിടെ? നമ്മുടെ റിലാക്സ് ചെയ്ത് കിടക്കാനൊരു ഇതൊക്കെ കിടക്കാൻ കുട്ടികൾക്കുള്ള ഇതുണ്ട് അവിടെ. മുകളിലാ തോന്നുന്നു അടുത്ത റൂം. കയറി നോക്കാം. മറ്റെന്ത് എന്താ വ്യത്യാസം? സെയിം റൂം അല്ലേ? ഞങ്ങളെ അടിയത്തെ റൂമത്തെ കെറ്റിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പം മുകളിലത്തെ മെല്ലെ എടുത്തോണ്ടിട്ട് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാന്ന് വിചാരിച്ചിട്ടേ വർക്ക് ചെയ്യണ്ടാവില്ല. അവൻ മൊത്തം പഞ്ചസാര എടുത്ത് കഴിക്കുക.
എന്താ പറ്റിയേ? കാല് പൊട്ടി നോട്ടെ. കാല് മുറിഞ്ഞുണ്ടോ? എങ്ങനെ കടിച്ചു കൊതു? അയ്യോ കൊതു നോട്ടെ. എന്താ ആണോ? ചൊറിഞ്ഞോട്ടിയാ അല്ലേ? കൊതു കടിച്ചു. ഇവിടെ ജിമ്മൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടു. അപ്പം പോയി നോക്കാം. എവിടെ ധ്രുവിൻ ജിമ്മുള്ളേ? അറിയോ? മൊബൈൽ എടുക്കുന്നുണ്ട്. എന്താ ആണോ? നോക്കാം. ഹമസേ വേണ്ട, സൂക്ഷിച്ചു കൂടെ. ഇവിടെ 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 കേട്ടോ. ഇവിടെ വരൂ. മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുക. അവൻ ജിംനേഷ്യം ഉണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞു. പോയി നോക്കാം. ചെയ്യലൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ഒരു ദിവസത്തേക്കല്ലേ വന്നേ. ശരിക്കും വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം താമസിക്കണം. എന്നാൽ അടിപൊളിയായിരിക്കും, സെറ്റ് ആയിരിക്കും, നല്ല വൈബായിരിക്കും. ഇവിടെ നീ ഇതിൽ കിടന്നോ? ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ മെല്ലെ 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 മെല്ലോടി വരും, മെല്ലോടി വരും. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. അതിനുള്ളിൽ തന്നെ ജിമ്മുണ്ട് തോന്നുന്നു. കുഴപ്പമില്ലാത്ത പൂളുണ്ട് ഇവിടെ. സ്വിമ്മിംഗ് പൂളുണ്ട്. ഒരു മിനിറ്റ് പോ. അവൻ ജിമ്മ് നോക്കാൻ പോവാണ്. അതേ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ തോന്നുന്നു. ചെറിയ പ്ലേ ഏരിയാസ്. ഇതാ എന്താ മൂസോട്ടല്ലേ? ശരിയാതുണ്ടല്ലേ? പാർക്ക് മാതിരി സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. റിസോർട്ട് അടിപൊളി കേട്ടോ. ചെറിയൊരു പാർക്ക് സെറ്റപ്പ്. കുട്ടികൾക്ക് ഊഞ്ഞാലൊക്കെ ഉണ്ട്. അമ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഊഞ്ഞാൽ. അവളെ എവിടെ കണ്ടാലും ഊഞ്ഞാലടാൻ പോകും. ഇനിയിപ്പോൾ വല്ല വേറെയുള്ള കുട്ടികൾ ഇരുന്ന് ആടുണ്ടെങ്കിൽ അവരൊക്കെ എണീപ്പിക്കും. എന്നിട്ട് അവള് സ്ഥലം കൈയടക്കും. ചെരുപ്പുണ്ടാ? അല്ല കയറിയോ? അമ്മണിക്കുട്ടിയാണല്ലേ പറ്റി പിടിച്ച് കയറി തുടങ്ങിട്ടോ. അവള് ഉരുസാൻ പോവാ. അമ്മണി താഴേക്ക് ഉരുസാണോ? ആഹാ, എങ്ങനെ ഉരുസ് വരൂ? എങ്ങനെ ഉരുസാ അമ്മണി? ഓട്ടെ. അടിപൊളി. അരട്ടേടെ ഇവിടെ വരൂ, ഉരുസിന് വരൂ. സ്പീഡില്ല. എന്താ നോക്കാം. ആ ആ ആണോ? പിള്ളേർക്ക് രസമായിരിക്കും കേട്ടോ. അങ്ങനെ വന്ന് കുറച്ച് കളിക്കാനൊക്കെ ഉള്ളേ. ഒരു റിസോർട്ടൊക്കെ എടുത്ത് ഒരു വെക്കേഷൻ മൂടൊക്കെ ശരിക്കും അടിപൊളിയായിരിക്കും ഇങ്ങനെ വരികയാണെങ്കിൽ. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ആക്ടിവിറ്റി റൂം, ഫിറ്റ്നസ് സെൻറ്റർ. നമുക്കൊന്ന് ഉള്ളിലൊന്ന് കയറി നോക്കാം അങ്ങനെ ഉണ്ട്. ലൈറ്റ് ഇട്ടോ? ലൈറ്റില്ലേ? ലൈറ്റ് ലൈറ്റ് ഇടൂ. ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ചെസ് ബോർഡ് ഉണ്ട്, ക്യാരംസ് ഉണ്ട്, പിന്നെ ഹാൻഡ് ഫുട്ബോൾ ഉണ്ട്. ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ വർക്കൗട്ട് ചെയ്യുക. ജിമ്മൊക്കെ ചെറിയൊരു സെറ്റപ്പ്. കുറച്ച് ഡംബിൾസ് ഉണ്ട്, കുറച്ച്
മെഷീൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ജിം സെറ്റപ്പ് ഉണ്ട് ഇവിടെ. വേണ്ടാട്ടോ, വെറുതെ എടുത്തു കഴിഞ്ഞാലേ കൈ പക്ഷെ അത് വേണ്ട, അത് ചെയ്യാറില്ലല്ലോ. ഏതാ ഉണ്ടേ ട്രെഡ്മില്ലൊക്കെ ഉണ്ട് ഇവിടെ. മാക്സ് 100 kg ഉള്ളരാ. മാക്സ് 100 kg. ഓടെ ഇതെല്ലാം അടിപൊളിയാട്ടോ പിള്ളേർക്ക് നോട്ടെ. മാക്സ് 100 kg ആണ്. ഇതിനകത്തുണ്ട് അമ്മനെ കുട്ടി ഞങ്ങള് അവിടേക്ക് പോയി ചുറ്റി കറങ്ങി വന്നപ്പോഴും ഈ 3 ആൾക്കാരും ഇപ്പോഴാണ് റെഡി ആയിട്ട് വരുന്നത്. ഒന്നുമില്ല, അവിടെ കണ്ടു. കൃപ എങ്ങനെയുണ്ടായിരുന്നു? സെറ്റല്ലേ മഞ്ജു? സെറ്റല്ലേ വീണ? ഗൈസ്, കൃപയ്ക്ക് വലിയൊരു ആഗ്രഹമാണ് ഇവരൊക്കെ മുന്നിൽ ഞാൻ ഇന്ന് എടുത്ത് പൊന്തിക്കണം എന്ന്. അപ്പോൾ ആ ആഗ്രഹം സാധിക്കുക. കണ്ടറിയും സെറ്റല്ലേ? റെഡി? എത്ര കറണ്ട് ഒന്നും അറിയില്ല അവിടെ. നീ ആ ടൈറ്റാനിക്കിന്റെ മാതിരി ഇങ്ങനെ കാണിക്കണം. പറ്റുമോ? ഇല്ല, ടൈറ്റാനിക്ക് മാതിരി കാണിക്കണം അല്ലേ? അതല്ലേ സെറ്റ് ആവുക? റെഡി? ആരുണ്ടാ എനിക്ക് വിഷയമില്ല. അവിടെ ടൈറ്റാനിക്ക് അയ്യോ ഗൈസ് വിചാരിച്ച മാതിരി കേട്ടോ. കാരണം ഗൈസ് ഞാനും മഞ്ജു നല്ലൊരു കളി. അയ്യോ നോക്കിയേ സെറ്റ്. എനിക്കറിയാം. ഓക്കെ സെറ്റാക്കാം. വീണ കണ്ടോളൂ എന്റെ സ്കിൽസ് കാണിച്ചു കൊടുക്കും. വീണ എന്റെ സ്കിൽസ്. അമുസലല്ലേ അവള് കളിക്കുന്നത്. ഒരു മിനിറ്റ് നിക്ക് ഞാൻ കുട്ടനെ കൂടിയുള്ള ഒരു അംഗം തട്ടാണ് നിങ്ങൾ കാണാൻ പോണത്. അമ്മ തോപ്പിട്ടെ. വീണയുടെ ഭർത്താവിന് ഞാൻ പുഷ്പം പോലെ പൊട്ടിക്കാൻ പോവാണ്. എന്റെ അളിയനായത് കൊണ്ട് പറയല്ല, മെല്ലെ കളിക്കട്ടോ, എന്നെ തോപ്പിക്കരുത്. ഓക്കെ മെല്ലെ മെല്ലെ. ആണ്ടോ അത് നിന്റെ ഫോൾട്ടല്ല. അതില്ല, നിന്റെ പേര് മാറുന്നേ. ഇവിടെ ഇവിടത്തെ ഒന്നും അറിയില്ലെങ്കിലും ചുമ്മാ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ കളിയൊന്നല്ല, ധ്രുവനോട് കളിച്ചിട്ട് തോൽക്കാൻ പോവാണ്. കണ്ടോ എന്താണ്ടൊക്കെയോ. ഇതെങ്ങനെ നല്ല കളിക്കുക. കൃപ എന്ത് ധ്രുവിനെ ജയിച്ചേ? അതെ അവനാ ജയിച്ചത്. ഇവിടെ ഇവിടെ അമ്മായിയും മരുവളും കൂടിയിട്ട് കളിക്കാണ്. എന്തോ അതിന്റെ പോയിന്റെ വീണേന്റെ കളിയല്ലേ സൂപ്പർ കളി. ജിമ്മിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് നല്ല ഭാഗങ്ങളൊക്കെ കാണാം. ഇതെന്താ പിള്ളേര്? ഇത്രയുള്ള കാര്യം. വീണ തോൽപ്പിക്കാൻ പുല്ലാണ് നോക്കി പുല്ല്. പോയി ഏടാ ഇല്ല പോയിന്റ് പോയി. ഇവിടെ വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കട്ടോ. തോണ്ടാണ് തോണ്ട. 3 പോയിന്റ്സോ? തോണ്ടിക്കൊണ്ടിരിക്കുക ആള്. പന്ത് തട്ടണൊന്നുമില്ല, വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കുക. കളിയൊന്നും അറിയില്ല, വെറുതെയാണ്. എന്താ എന്താ ഇത്? വെറുതെ ചുമ്മാ ഇനി കാണിക്കാട്ടോ. ഇവിടെ ഒരു പൊരിഞ്ഞ മത്സരം നടന്നിരിക്കുകയാണ്. ആര് ജയിക്കും ആര് തോൽക്കും കാത്തിരുന്ന് കാണാം. അവിടെ അച്ഛനും മോനും കൂടിയിട്ട് അവിടെ വേറെ ഗെയിം കളിക്കുന്നുണ്ട്. അവിടെ
യെസ് 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 ഹായ് ഹായ് അമ്മൂസും അമ്മൂസും കൂടിയിട്ട് ക്യാരംസ് കളിക്കുന്നുണ്ട്. യെസ് 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 ഹായ് കുട്ടനോട് യാതൊരു പണിയില്ലാണ്ട് അവിടെ നിന്നാണ്ടൊക്കെ തിരിപ്പിടിക്കണ്ടത് മിക്കവാറും കേടാവുന്ന തോന്നേ. അവൻ എന്താണ്ടൊക്കെ കാര്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള പരിപാടിയിലാണ്. ഒന്നും വർക്കാവണില്ല. ഇവിടെ കുരിഞ്ഞ മത്സരം കണ്ടിന്യൂ ചെയ്ത് പോണു. ബുദ്ധിപരമായിട്ട് ചെസ് കളിക്കാൻ പോവാ വിത്ത് അമ്മണിക്കുട്ടി ആൻഡ് അമ്മൂസ്. അതെ, അമ്മണിക്കുട്ടിയാണ് എന്റെ ഓപ്പണന്റ്. അതെ, ഞങ്ങൾ ഭയങ്കര ബുദ്ധിപരമായിട്ട് കളിക്കാൻ പോവാണ്. അമ്മണി അപ്പുറത്തിരിക്കണേ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അച്ചോളുടെതൊക്കെ കാണാൻ പറ്റും, കണ്ടുപിടിക്കും. അച്ചോളുടെ നീക്കങ്ങളൊക്കെ നീ ചോർത്താനുള്ള പരിപാടിയല്ലേ. അങ്ങോട്ട് ഇരിക്കി, അവിടെ എന്നിട്ട് കളിക്കുക. എന്തൊക്കെയാ പറയണേ? ഇങ്ങോട്ട് ഇരിക്കേ. നമ്മളെ എതിരാളികളാ. ഹലോ, നീ എന്റെ ശത്രുവാണ്. നമ്മൾ 2 ടീമാ. അതാ അമ്മണിക്ക് വേണം മൈക്ക്. അമ്മണിക്ക് വേണം മൈക്ക്. അമ്മണി പറയുന്നത് സംസാരിക്കോ? മൈക്ക് വെച്ചുതരാം. നോക്കാം അമ്മണി, നമ്മൾ 2 പേര് എതിരാളികളാണ്. നമ്മുടെ എതിരെ ടീമാണ്. ഇതാണ് അമ്മണിയുടെ ടീം, ഇത് അച്ചോളുടെ ടീം. നമുക്ക് ബുദ്ധിപരമായിട്ട് കളിക്കാം. അവിടെ ഇരിക്കും, അപ്പുറത്ത് പോയിരിക്കും. അവിടെ നിന്നിട്ട് കളിക്കാം. വാ, ഞങ്ങൾ വാഴ്ചയുടെ ഒരു യുദ്ധം കാണാനിരിക്കുന്നുള്ളൂ. അയ്യോ, ഇതെന്ത് ഇവിടെ ഇതൊക്കെ പറയാ. ഇതാരാ? രാജാവിന്റെ മന്ത്രി. ഇതാണ് രാജാവ്. നോക്കാച്ചോള് വെച്ചു. ഞാൻ ഇവിടെ വെക്കൂ. ഇത് ആദ്യം കാലാൾപ്പടേനെ നിക്കണം. ഇത് വെക്കേ. ഈ കാലാൾപ്പട വെക്കി. കാലാള് കുറെ കാലാള് കാണാനില്ലല്ലോ. രാജാവിന്റെ സ്ഥാനത്തൊക്കെ കാലാൾപ്പട. രാജാവിന് ഒരു ഉത്തരവാദിത്തം. എന്താണ് അല്ല, കുറച്ച് വ്യത്യാസം ഉണ്ട്. ഞങ്ങളോടും ചതിക്കിട്ടാ. ടീം കുറച്ചുകൂടി വന്നിട്ട് എല്ലാരും ചാരന്മാരുണ്ടല്ലേ. ഇത് കാലാൾപ്പട. എന്റെ കാലാള് ശരി. അമ്മണി വെച്ചു. എവിടെ വെച്ച്? രാജാവ് അവിടെ ഇരുന്നോട്ടെ. പാട്ടിലെ രാജാവ് വീണൂലോ. ഇത് കാലാൾപ്പട. അങ്ങനെ വെച്ചു. ഈ അച്ചോട് വെച്ചു. വെക്കൂ. അയ്യോ, മന്ത്രി വീണു. മന്ത്രിസഭ വീണു. എന്റെ ബുദ്ധി ഉപയോഗിച്ചോട്ടെ. ഇത് അമ്മണിയുടെ. ഇതാണ് രാജാവ്. രാജാവിനെ ശ്രദ്ധിക്കണം, രാജാവിനെ സൂക്ഷിക്കണം. രാജാവ് പോയി മരിച്ചല്ലേ, മരിച്ചു. രാജാവ് മരിച്ച കളി തോറ്റു. അടിപൊളി അല്ല. അമ്മണി നീ ഓപ്പോളെ ആട്ടിയില്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാട്ടോ. എന്നെ സെറ്റ് ആക്കി തരാട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ? അവന്റെ മുഖം കണ്ടില്ലേ പേടിച്ചിട്ട്? അവന്റെ മുഖത്തിന്റെ ബെസ്റ്റ്. അവന്റെ മുഖം കണ്ട പേടിച്ചിട്ട് ഇപ്പൊ എന്തിട്ട് ആ വരവ് കണ്ട അറിയാ. നിന്റെ ടൈം. കൊടുക്കവാ. നിന്നെ ആട്ടിയില്ലേ? നിന്നെ ആട്ടിയില്ലേ? കൊടുക്കേ. ആരും മുഖം കണ്ടില്ലേ പേടി.
അവര് മതി. ഭയങ്കര പേടിയാട്ടോ, ഭയങ്കര പേടിയാണ്. ചുമ്മാ മുഖം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പോയിരിക്കാൻ ഇതിനകത്ത് പേടിയാണ്. നിനക്ക് പറ്റിയ പ്രായമാണ് കേട്ടാ. പൊളിച്ചു. അവനും പോകട്ടോ. ഇല്ല ആണോ? ഇത് പിടിക്കൂ, ഇത് പിടിക്കൂ, പിടിച്ചോളൂ. വീണ് ഒരു മിനിറ്റ്. ആ ഒരു മിനിറ്റ്. അയ്യോ അയ്യോ, പോട്ടെ പോട്ടെ പോട്ടെ, അമ്മൂസ് പോട്ടെ, അമ്മൂസ് പോട്ടെ. ഏന്ന് പറട്ടെ. അയ്യോ മങ്കി ഗൈസ്, ഒരു മങ്കി. ദേ ഒരു മഞ്ഞ കളറുള്ള മങ്കി മാവുമൽ കണ്ടോ? അടുത്ത മങ്കി കയറാൻ നോക്കുന്നുണ്ട് ഗൈസ്. ആ ആ ആ ആ മങ്കിക്ക് ശക്തിയില്ല ഗൈസ്. ആഹാ കണ്ടാ? ഇരുന്ന് ആടിക്കൊണ്ടിരിക്ക. മൂന്നാമത്തെ മങ്കിയും കയറി തുടങ്ങിട്ടോ. 2 മങ്കി ഉണ്ടാവില്ല, മൂന്നാമത്തെ മങ്കി. ഈ ട്രീ ടോപ്പ് റിസോർട്ടിൻ്റെ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് പാക്കേജിൽ. അൺലിമിറ്റഡ് ഫുഡാണ്. ബുഫേമാരി നമുക്ക് എടുത്ത് കഴിക്കാം. ജസ്റ്റ് കണ്ടു നോക്കാം. ബ്രെഡ് ഇരിക്കുന്നുണ്ട്, എന്ത് ജാമ് സാധനങ്ങളില്ലാണ്ട്. ഇങ്ങനെ വരുമ്പോൾ കോൺഫ്ലെക്സ് കുട്ടികൾക്കുള്ള അങ്ങനത്തെ സാധനം ഇതെല്ലാം ഉണ്ട്. ഇഡ്ഡലി ഉണ്ട്, പിന്നെ ഇഡ്ഡലി, വട, വടയ്ക്ക് സാമ്പാർ ഇരിക്കുന്നുണ്ട്. പിന്നെ ദോശ വേണ്ടവർക്ക് ദോശ, പനീർ മേത്തി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ. പിന്നുള്ളത് പൂരി, പൂരി വേണ്ടവർക്ക് പൂരി, ബജ്ജി, പൂരിലേക്ക് ബജ്ജി കൊണ്ടുവരിക്കുന്നു. പിന്നെ റവ ഉപ്മാവ്, പിന്നെ പിള്ളേർക്ക് പിന്നെ ഈ സ്മൈലി പൊട്ടറ്റോസ് കഴിഞ്ഞു. ഹണി ഗ്ലേസ്ഡ് ബനാന എന്നിട്ട് ഉണ്ട്. എല്ലാവരും കഴിക്കലും കഴിഞ്ഞു. അമ്മൂസ് വീണതിൻ്റെ കഴിഞ്ഞില്ല. ഈ അമ്മുക്കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. അമ്മൂസേ കഴിച്ചു കഴിഞ്ഞു? ചോക്കോസ് കഴിക്കണം. ഈ അമ്മണിക്കുട്ടി എന്തോ കഴിക്കണ്ടേ? വീണ കഴിക്കണ്ടൂടെ? എന്താ അഞ്ച് പോയിട്ട് എല്ലാം ഇത് ബ്രെഡ് സാൻഡ്വിച്ച് കൊണ്ടുവരുന്നുണ്ട് ടേസ്റ്റ് ചെയ്യാൻ. കൃപ അവിടെ എന്തോ എടുക്കുന്നുണ്ട്. നീ എന്താ ഇത് സാൻഡ്വിച്ചാണോ? ബ്രെഡ് ബട്ടർ ജാം അടിപൊളി. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. കൃപയൊക്കെ തണുത്ത് കുറച്ച് എല്ലാവർക്കും അസുഖം വരാഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ ശബരിമലയ്ക്ക് ഗവി സന്നിധാനം അല്ലേ 14 കിലോമീറ്റർ. ഇവിടെ ഗവി, പമ്പ, കോഴിക്കാനം. ഓ എവിടെ? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, റിവർ വ്യൂ പോയിന്റ്. അപ്പൊ എവിടെ കാണിക്കണ? എന്ത് സന്നിധാനത്തേക്ക് 14 എവിടെ കാണിക്കണ? കുറെ പോകണ്ടല്ലേ? ഇവിടെയോ? ഇപ്പോഴോ? പാസിനും കൂടി കിട്ടണോ? കൃപ വരൂ. എന്താണിങ്ങനെ ഇപ്പൊ നോക്കിണ്ടോ? ശബരിമലയ്ക്ക് ആൾക്കാരൊക്കെ ഈ റൂട്ടിലാ പോവാന്ന് പറഞ്ഞു. അമ്മേ
വീണയൊക്കെ മെല്ലെ മെല്ലെ ഇറങ്ങിപ്പോണ്ടാവും കൂടെ. വീണോക്കിയോളൂ വീണേ. ഇനി നല്ല കുത്തനുള്ള ഒരു ഇറക്കുണ്ട് ആ റിവറിന്റെ അടുത്തേക്ക് പോവാൻ. അയ്യോ ഞാൻ അപ്പൊ തന്നെ വീണായിരുന്നു കേട്ടോ. ഇതിപ്പോ അവിടുന്ന് ഉരുണ്ട് വീണ്ടാട്ടോ. ഇല്ല ഇത് ഒരു നേരെ മറ്റേ പുഴയ്ക്കെത്തും. എന്നെ കൂട്ടാതെ ഇവിടെ നിന്ന് എല്ലാരും സെൽഫി എടുത്തോണ്ടിരിക്കുക കേട്ടോ. നീ പോന്നോ? ഇതുകൊള്ളാലോ. സെൽഫി എടുത്തോണ്ടിരിക്കുക. ഞങ്ങളെയൊക്കെ ഒഴിവാക്കി ഗൈസ്, ഞങ്ങളെയൊക്കെ ഒഴിവാക്കി. വാഴക്കടവ് എന്നൊരു സ്ഥലം ആണിത്. ഈ ജീപ്പ് ഭയങ്കര പഴയ സ്റ്റൈൽ ജീപ്പ്. ഇത് ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് പുള്ളി പറഞ്ഞത്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. ഈ സമയമാകുമ്പോ കാണാൻ പറ്റുന്നതാണ് ഇത് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ നല്ല തേയിലത്തോട്ടാണ് സൈഡ്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സത്രം. ഡ്രൈവർ ചായ കുടിക്കാൻ വേണ്ടിട്ട് കയറിയതാണ്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അടിപൊളി വ്യൂസ് ആണ് കണ്ടോണ്ടിരിക്കുന്നത്. തേയിലത്തോട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് റോഡ് എല്ലാരും കുട്ടീനെ പിടിക്കണോ? അമ്മ ഫ്രണ്ടിക്ക് പോണോ? നല്ലത് അടുത്ത് മൈക്കുണ്ടോ? എന്തുണ്ടായി അച്ഛൻ്റെ എത്തിക്കോണോ? പറയാ മിസ്സോട്ടോ പറഞ്ഞോ പറോ. ഇല്ല അടിപൊളി ഓഫ് റോഡ്. അല്ല കൃപ പോയോ? മഞ്ജു കൃപ തെറിച്ചു പോയോ? അല്ല മഞ്ജു കൃപ 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 എവിടെ? കൃപ പോയോ?
ഓ ഭയങ്കര ഏയ് അടിപൊളി അടിപൊളി ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് ഇവിടെ. നല്ല ഓഫ് റോഡ് ആയിരുന്നു. മഞ്ജു സ്ഥലമായിട്ടുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ. ഞാനും അമ്മ അച്ഛനൊക്കെ റിസോർട്ടിക്കും പോകുന്ന ഞാനും അമ്മ അച്ഛനൊക്കെ മുംബൈ റിസോർട്ടിക്കും ഞങ്ങളും പോകുന്നിട്ടുള്ള എല്ലാരും എൻജോയ് സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഗവി ഹനുമാൻ ആണോ? ഞാൻ കണ്ട പാടല്ലേ അതിന്റെ ക്ലൈമാക്സ് ഫൈറ്റ് കൊടുക്കുന്നതാണ്. അടിപൊളിയിലേക്ക് സൂപ്പർ ഉണ്ട്. നമ്മള് ട്രക്കിങ്ങിന് വന്നിട്ട് നഷ്ടമായിരുന്നു അല്ലേ? ഞങ്ങളൊന്ന് ചീപ്പാണത്. അമ്മൂസിനെ പിടിക്കാൻ എന്താ മുസേ? നമുക്കൊരു കാര്യം ചെയ്യാം. അയ്യോ നമ്മളെ കാണണ്ടേ അവിടെ ഫോട്ടോ എടുക്കണം. അമ്മൂസിന് എന്തോ പറയാണ്ട്. എന്താണ് എന്ത്? ബീഫ് ഫോർ വെറൈറ്റി. അവള് ഇൻട്രോ പറയണേ നമുക്ക്. എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. ചെറിയൊരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു എല്ലാരും കൂടിയിട്ട്. ഒരു ബാക്കിലിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. അതെ അവിടെ മൈക്കുണ്ട്. അയ്യോ അയ്യോ പറഞ്ഞു സംസാരിച്ചോ. സംസാരിക്കുന്നില്ല. അയ്യോ ഇത് ഓണോ? അല്ലല്ലോ നേരത്തെ ഞാൻ അവിടുന്ന് ഒരു പുലീനെ എന്റെ മടിയിൽ ഇരുത്തി. തെളിവുണ്ട് എന്റെ പാന്റില് പുലിയുടെ പാട്. പുലിപ്പാടോ? അതെന്റെ പേരിലുണ്ട്. എന്റെ പേരിലും അത് ഞാൻ നേരത്തെ എടുത്ത് തന്നില്ലേ പിന്നെ പുലിനെ. അയ്യോ സ്വപ്നം കണ്ട പോലെ. പറയാ ഗൈസ് എന്തൊക്കെയോ പറഞ്ഞ്. നല്ല അടിപൊളി സ്ഥലല്ലേ? സെറ്റ് ആയിട്ടുണ്ട്. പുള്ളിക്കുട്ടീനെ കാണണോ? പുള്ളിക്കുട്ടീനെ കാണണോ? സബ്സ്ക്രൈബ് ചെയ്യാൻ പറയോ അമ്മസ് പറഞ്ഞോ. ഓണാക്കിയില്ലേ? ഓക്കെ ഈ ചേട്ടനാ കേട്ടോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിട്ടേ. അടിപൊളി ട്രിപ്പായിരുന്നു. പുള്ളി നല്ലോണം ഫോട്ടോഗ്രാഫി അടിപൊളിയാണ് പുള്ളിയുടെ.
എനിക്ക് എൻജോയ് ചെയ്തു അല്ലേ എപ്പോഴാ ഇല്ലേ പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല മൃഗങ്ങളെ കാണാൻ പറ്റില്ല അല്ലേ സംഭവം അടിപൊളിയായിട്ടില്ലേ പൊങ്ങിയെടുക്കാം ഏഹ് അവിടെ തേയില തോട്ടങ്ങളാണ് ചുറ്റും. അടിപൊളിയല്ലേ എൻജോയ് ചെയ്യേ അപ്പോ അമ്മുണിക്കുട്ടിയും മുന്നിലിരിക്കുക താഴെയാ പശുമോനി ഇപ്പൊ നമ്മൾ നിൽക്കുന്ന അമ്പലത്തിനേക്കാളും മൃഗത്തിനെ കണ്ടു അവിടെ പോയി മൃഗത്തിനെ കണ്ടു കാണിച്ചു അവിടെ പോയാൽ മകരവിളക്കാണ്. ആ മലേന്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ മകരവിളക്ക് കാണാൻ പറ്റും. അതിന്റെ ഏറ്റവും മുകളിൽ പോകുന്ന മകരവിളക്ക് കാണാൻ പറ്റും. ഇവരിൽ ഇതുവഴി നടന്നു പോകുന്ന ആൾക്കാർ കുറെ നടന്നു വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്, റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇന്നലെ ഒന്ന് അടിച്ചു പൊളിച്ചു എല്ലാവരും കൂടിയിട്ട്. ആർക്കും പോകാനൊന്നും തോന്നുന്നില്ല. 2 ദിവസം കൂടിയിട്ട് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്നൊക്കെയാണ് പറയണത്. കണ്ടോ, റീൽ എടുക്കാൻ വേണ്ടി റെഡി ആക്കുക. വീണ അവിടെ പഠിപ്പിച്ചു കൊടുക്കുക പിള്ളേർക്ക് റീൽ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ കാര്യമായിട്ട് എന്തോ ചർച്ച ചെയ്യാൻ തോന്നുന്നു. നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം, നല്ല അറിയുള്ളൂ. അമ്മസോടൊക്കെ ധ്രുവിനാണെങ്കിൽ ചുറ്റും നടക്കണ്ട, എന്താ മനസ്സിലാവുന്നില്ല. ധ്രുവി പോവല്ലേ റെഡി ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങി കാല് ബന്ധിക്കേ ജിങ് ജാങ് ജങ് ജിങ് ബാക്കി ചെയ്തിട്ട്